വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് നിൽ സ്പേഴ്സ് 1. പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഗൈസ്, യാതൊരു ഫീലിങ്ങും തോന്നുന്നില്ല. വി ആർ ഷിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു റിസൾട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ മാനേജറിനെ ബ്ലെയിം ചെയ്യാനോ അങ്ങനെ യാതൊരു ഫീലിങ്ങും ഇല്ല. ഇന്ന് ഗ്യാരി നെവലിൻ്റെ ഇൻ്റർവ്യൂ രാവിലെ മൊത്തം ഇരുന്ന് കണ്ടു. അപ്പോൾ അതിനകത്തൊക്കെ പുള്ളി കൂടുതലും മാനേജറിൻ്റെ ടാക്ടിക്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയൊക്കെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഓണേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ക്ലബിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയോ യാതൊരു രീതിയിലും ഒരു കാര്യവും പുള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ അത് ഈ പുള്ളിക്കാരൻ അവിടെ തൊട്ടടുത്ത് ഹോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് വന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരൻ അതിൽ നിന്നും കുറച്ച് ഇവരായിട്ട് എന്തായാലും ടൈപ്പ് വരും. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് പാർട്ണർഷിപ്പൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇനിയോസിനെയും ഗ്ലേസേഴ്സിനെയും കുറിച്ചൊന്നും പറയാത്തത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തോടു കൂടി ഇത് 14 മത്സരങ്ങളാണ് റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ നമ്മൾ പ്രീമിയർ ലീഗ് കളിച്ചത്. 8ാമത്തെ തോൽവിയാണ്, 4 വിജയങ്ങൾ 2 ഡ്രോസ്. ഇത് റെലിഗേഷൻ ഫോമാണ്. വറിയിങ് ആണ്, ഇത് പ്രോപ്പർ വറിയിങ് ആണ് ഒരു മാനേജറിനെ സംബന്ധിച്ച്. ഇത് സാക്കബിൾ ഒഫൻസാന്ന് തന്നെ പറയാം. പക്ഷേ മാനേജർ സാക്ക് ചെയ്യപ്പെടില്ല, അതുപോലെ തന്നെ സാക്ക് ചെയ്യേണ്ട കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു മാനേജറെ കൊണ്ടുവരിക എന്നുള്ള തീരുമാനം എടുത്തത് തന്നെ. ഇപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങേരുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4-3 ആണ്, വിങ് ബാക്സ് വെച്ചുള്ള കളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനേജറെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നിലവിലുള്ള സ്ക്വാഡിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനുശേഷം അത് ആ മാനേജർ സൂട്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിച്ച് ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ലിവർപൂള് കഴിഞ്ഞ സമ്മറിൽ അവർ നോക്കിയ മാനേജറാണ്, അവരൊരു ചോയ്സായിട്ട് നോക്കിയതാണ്. പക്ഷേ ഇവഞ്ചലി അവർക്ക് മനസ്സിലായി ഈ മാനേജറും അവരുടെ ഉള്ള സ്ക്വാഡും തമ്മിൽ ഒത്തുപോകാൻ സാധ്യതയില്ല. കാരണം അവർക്ക് വിങ് ബാക്സും സിസ്റ്റം അല്ല, അതുപോലെ തന്നെ അവരുടെ കംപ്ലീറ്റ്ലി സിസ്റ്റം, ക്ലോപ്പിൻ്റെ സിസ്റ്റം ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേണ്ടാന്ന് വെച്ചു. അവരുടെ ടീമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മാനേജറെ കൊണ്ടുവന്നു. നമ്മളെന്താണ് ചെയ്തത്? നമ്മളെല്ലാ തവണ ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഓരോ മാനേജർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ നിന്ന് വേറെ രീതിയിലേക്ക് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ യാതൊരു സ്റ്റെബിലിറ്റി ഇല്ല. വർഷങ്ങളായിട്ട് പല മാനേജേഴ്സിൻ്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള പല സ്റ്റൈൽ ഓഫ് പ്ലേ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സും അതല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന മാനേജേഴ്സിനെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന പ്ലേയേഴ്സൊക്കെയാണ് ഇപ്പോൾ ടീമിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലബിലേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ളത്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല എന്നറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മാനേജറെ കൊണ്ടുവന്നേ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. അതുപോലെ തന്നെ മാനേജറിൻ്റെ സ്റ്റബേൺനെസ്, അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു ഫോം അതൊരിക്കലും മാൻ യുണൈറ്റഡ് പോലത്തെ ഒരു ടീമിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. മാത്രമല്ല ഇത് എന്നും ഒരു മാർക്കായിട്ട് കിടക്കും. ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈവൻ ദോ ഇയാൾ നിൽക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും പറയാൻ പോകുന്നത് എന്താണ്, യുണൈറ്റഡിൻ്റെ പ്രീമിയർ ലീഗിൽ ഏറ്റവും മോശം ഫിനിഷ് കിട്ടിയ മാനേജറാണ് ഇയാളെന്നുള്ളൊരു ചാപ്പ ഇയാളുടെ മുകളിൽ ഓൾറെഡി കുത്തി കൊടുക്കും. അതുപോലെ തന്നെ വിൻ പെർസെൻറ്റേജിൻ്റെ കാര്യമൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ ഓൾറെഡി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സീസൺ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടാണ് ഇനിയോസിനെ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം വിങ്ങേഴ്സിനെയൊക്കെ വിറ്റ് കളഞ്ഞു, അതുപോലെ തന്നെ വേറെ റീപ്ലേസ്മെൻറ്റിനെ കൊണ്ടുവന്നിട്ടില്ല. ഇനി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ പോലും പൈസ വേണമെന്ന് മാത്രമല്ല, യൂറോപ്യൻ ഫുട്ബോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പോൺസർഷിപ്പ് ഡീലുകളൊക്കെ നഷ്ടപ്പെടും. മാത്രമല്ല പ്ലേയേഴ്സിനെയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നേരത്ത് പ്ലേയേഴ്സ് യൂറോപ്പിൽ കളിക്കണമെന്ന് താല്പര്യപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ജുവാനി കുണ്ടയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ കുണ്ടേനെ വേണമെങ്കിൽ ഒരു പക്ഷേ ലിവർപൂളിന് താല്പര്യമുള്ളൊരു പ്ലെയർ ആയിരിക്കും. കാരണം സലക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവർ കാണാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ നോക്കിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മൾ ഒരുമിച്ച് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയറിൻ്റെ അടുത്ത് ഇവർ നമുക്കെന്ന് പറയാം, ഞങ്ങൾക്ക് ഇതാ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലീഗ് അടിച്ചൊരു ടീമാണ്, ഇങ്ങനെ രീതിയിലൊക്കെ അവർക്ക് പറഞ്ഞ് പ്ലെയറിനെ അട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർ ഓഫർ ചെയ്യാൻ പോകുന്ന സാലറി 18 വയസ്സിന് താഴെയുള്ള അപ്പോൾ ഒരു 100K ഒക്കെ ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഓഫർ ചെയ്ത് കഴിയുമ്പോൾ പ്ലെയറിന് അങ്ങോട്ട് പോകാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമ്മൾ ഡബിൾ സാലറി ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരോട് പറയാൻ പോകുന്ന കാര്യം യുണൈറ്റഡ് പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ടീമിനെ പൊക്കി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഡബിളും അതിൽ കൂടുതൽ സാലറി ഓഫർ ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഹൈലി പെയ്ഡ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ പോകും. വർഷങ്ങളായിട്ട് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമുക്ക് ഓൺ ഫീൽഡ് സക്സസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഏജൻസിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഈ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ടോപ്പിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെയൊക്കെ ബ്ലെയിം ചെയ്യാം. ഫസ്റ്റത്തെ ഗോളിന് ഒനാനേനെ വേണമെങ്കിൽ ബ്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ പ്ലേയേഴ്സൊക്കെ പ്രതിമ പോലെ നിൽക്കുമായിരുന്നുള്ള ബ്ലെയിം ചെയ്യാം. ഗാർനാച്ചോനെ ബ്ലെയിം ചെയ്യാം. ഗാർനാച്ചോനെ ഓൾറെഡി ഇഷ്ടംപോലെ ബ്ലെയിം കിട്ടുന്നുണ്ട്. നല്ലൊരു ചാൻസാണ് മിസ്സാക്കിയത്.
പക്ഷെ ഇതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ തീരുമാനങ്ങളാണ്. ഇപ്പം ഇന്നലെ പേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉള്ള ടീമാണ്. അവരുടെ സെൻട്രൽ ബാക്കുകൾ എത്രയോ പേര് മിസ്സിംഗ് ആണ്. എന്നിട്ട് അവർക്ക് ബ്രണ്ടൻ ജോൺസൺ, സാർ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായി. നമുക്കൊക്കെ ആരെയാണ് കൊണ്ടുവരാൻ പറ്റിയത്? നമ്മൾ 90-ാമത്തെ മിനിറ്റിൽ ചിഡോബി മാർട്ടിൻ ഇറക്കി. എന്തുകൊണ്ടാണ് മാർട്ടിൻ അത്രയും വൈകി ഇറക്കിയെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം ഓൾറെഡി പൊട്ടി നിൽക്കുന്ന ഒരു കളിയാണ്. വേണമെങ്കിൽ ഒരു 80-75 മിനിറ്റിൽ വേണമെങ്കിൽ മാർട്ടിൻ ഇറക്കായിരുന്നു. എന്തെങ്കിലും ആ കളി കാണാനെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. ഓൾറെഡി ഡെഡ് ഗെയിം ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ കൊണ്ടിറക്കിയ 91-ാമത്തെ മിനിറ്റിൽ 2 മിനിറ്റ് സമയം കൊടുക്കാനായിട്ട് മാർട്ടിൻ ഇറക്കി. ഒരു പക്ഷേ മാർട്ടിൻ റെഡി അല്ലായിരിക്കും. അപ്പോൾ മാർട്ടിൻ അക്കാഡമി ലെവലിലൊക്കെ ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആളുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഭീകര സൈസാണ്. അപ്പോൾ ഈ അണ്ടർ 18 ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ആയിട്ട് വളരെ ഫിസിക്കലായിട്ട് വലിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്ന് പറയുന്ന പോലെയല്ല ടോപ്പ് ലെവൽ ഫുട്ബോളിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒപ്പോണൻസിൻ്റെയൊക്കെ ഈക്വലി സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാഡമി ലെവലിൽ ഗോളുകൾ അടിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ടോപ്പ് ലെവൽ ഫുട്ബോളിലേക്ക് വന്ന് കഴിയുമ്പോൾ സെയിം ആയിരിക്കണം എന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പം എന്തിരുന്നാൽ പോലും ചിഡോയ്ക്ക് ഇത്തിരി ചാൻസ് കൊടുക്കാമായിരുന്നു. ഒരു 75 മിനിറ്റിലെങ്കിലും ഇറക്കാമായിരുന്നു. നമ്മൾ അത്രയും ടൈം എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. അതൊക്കെ മാനേജറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് പറയും. ഇപ്പോൾ അമോറിം ഒരു യങ് മാനേജറാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ടോപ്പ് ലെവൽ ടീമിലേക്കും ലീഗുകളിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് കുറവുണ്ട്. അത് പുള്ളി പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സെയിം മിസ്റ്റേക്ക് വീണ്ടും വരുത്താതിരിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന ഒരു മാനേജറാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയാനുണ്ടായിരുന്നത് ഡോർഗു അത്യാവശ്യം വിട്ടൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഗാർനാച്ചോ ബോൾ കൊടുക്കുന്നുണ്ടായില്ല എന്നുള്ളതാണ്. ഗാർനാച്ചോൻ്റെ ഒക്കെ ഫുട്ബോൾ ഐക്യു. അതുപോലെ തന്നെ സിർക്സി നന്നായിട്ട് കളിച്ചു. സിർക്സിയുടെ അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് സിർക്സി ആയിട്ടാണ് തോന്നിയത്. ബാക്കി എല്ലാവരും ഒന്നിനൊന്ന് മോശമായിരുന്നു എന്നുള്ളതാണ്. വേറെ ഒന്നും പോസിറ്റീവായിട്ട് പറയാനില്ല. ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ മാനേജർ ലെവലിലാണെങ്കിലും ബാക്കി എല്ലാവരും വളരെ നിരാശാജനകമായിരുന്നു.